കാത്തിട്ടും പൂക്കുന്ന നീർമാതളമാണ് പ്രവാസം. പൊട്ടിച്ചിതറിയ കണ്ണാടി ചില്ലുകളിൽ പലതരത്തിൽ പ്രവാസം പ്രതിഫലിക്കുന്നു. പലതരം രൂപഭാവങ്ങൾ, പലതരം അനുഭവങ്ങൾ. കടൽ കടന്ന് ഗൾഫിലെത്തുമ്പോൾ പ്രവാസിയെ എണ്ണമറ്റും കാര്യങ്ങൾ കൊളുത്തി വലിക്കുന്നുണ്ടാവും. വീട്ടിലെ ചിരികളികളും നിശബ്ദതയും നാട്ടുവക്കിലെ തമ്മിലിടികളും പോർവിളികളും പ്രവാസിയുടെ മനസ്സിനെ ഒരു വശത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അതിന് മറുവശത്ത് പട്ടിണിയും കടങ്ങളും ആശകളും കൂടുതൽ ശക്തിയോടെ എതിരെ വലിക്കും. മനസ്സ് ആ വഴിയിലേക്ക് നീങ്ങും. അപ്പോൾ അയാൾ വിങ്ങലുകളെ ഗൃഹാതുരതയുടെ കൂട്ടിലിട്ട് എല്ലുമുറിയെ പണി ചെയ്യാൻ തുടങ്ങും. അയാൾ പ്രവാസിയായി മാറും. തിരൂർ ചമ്രവട്ടത്തെ അലിക്ക് 48 വർഷത്തെ അതിദീർഘമായ പ്രവാസ ജീവിതം കൂട്ടിനുണ്ട്. വയസ്സിന്റെ പകുതിയിലധികം ദുബായിൽ ജീവിച്ച അലിക്ക് ആരംഭകാലത്ത് മാത്രമേ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ദശാബ്ദങ്ങൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടേതുമായിരുന്നു. $500 കടം മേടിച്ച് തരപ്പെടുത്തിയ വിസ അലിയുടെ ജീവിതത്തെ വഴിതിരിച്ചുവിട്ടു. ഒരേ സ്പോൺസറുടെ കീഴിൽ 48 കൊല്ലം ജോലി ചെയ്തതിന്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ സ്വന്തമായിട്ടുണ്ടാവൂ. ഞാൻ 1958 ബോംബെ പോയത്. ബോംബെയിൽ ഞാൻ 6 വർഷം നിന്നിരുന്നു. അവിടുന്ന് ഞാൻ 64 ദുബൈയിൽ പോയത്. ഞാൻ ദുബൈയിൽ പോയെച്ചാൽ ഞാൻ അവിടെ ഒരു ബജാജ് ഇലക്ട്രിക് കമ്പനിയിലായിരുന്നു ബോംബെയിൽ ജോലി ചെയ്യുന്ന 6 വർഷം. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ വന്ന് ബോംബെയിൽ നിന്ന് എനിക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് വിസക്ക് പൈസ കൊടുക്കാൻ വേണ്ടി അന്ന് എൻ്റെ അടുത്ത് ഞാൻ വെറും $150 ശമ്പളത്തിനാണ് ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുന്നത്. അധികമൊന്നും പൈസ ഇല്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫാദറിന് കത്തെഴുതിയിട്ട് വിവരം അറിയിച്ചു. അങ്ങനെ എനിക്ക് ദുബൈ പോകാൻ $500 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ ജോലി ചെയ്യുന്ന ഒരു ആചാര്യനുണ്ട് ഇവിടെ, അയാളുടെ ഇവിടെ പോയി പറഞ്ഞു ഇങ്ങനെ എനിക്ക് പോകാൻ വേണ്ടി $500 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ തരാം പൈസ, അവൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അയച്ചു തന്ന പൈസ കൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ ദുബൈയിൽ പോയത്. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്നാണ് ഷിപ്പിന് ദുബൈ പോയത്. ദുബൈയിലേക്ക് 5 ദിവസം കൊണ്ടാണ് ഞാൻ ദുബൈയിൽ ചെന്നിറങ്ങിയത്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ ബ്രദറിലോ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയിട്ട് അവിടെ താമസാക്കി. അങ്ങനെ ഞാൻ ദുബൈയിൽ ഇറങ്ങിയിട്ട് ഒരു ചുരുങ്ങിയതൊരു 6-7 മാസം ജോലിയില്ലാതെ നടന്നു. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ഒരു റൂമിൽ താമസിക്കുന്ന എൻ്റെ സ്നേഹിതൻ ചാവക്കാട്ടുകാരൻ അഹമ്മദുണ്ണി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം എനിക്കൊരു പെട്രോൾ പമ്പിൽ ജോലി മേടിച്ചു തന്നു. അവിടുന്ന് പിന്നെ ഞാൻ അതേ ജോലി തന്നെയാണ് ലാസ്റ്റ് ഇപ്പോൾ 48 വർഷം അതിന് തുടർന്നുള്ള അതേ കമ്പനീൻ്റെ അതേ സ്പോൺസറുടെ ജോലി തന്നെയാണ് ഈ 48 കൊല്ലം ഞാൻ അവിടെ ചെയ്തത്. പിന്നെ പെട്രോൾ പമ്പിൽ നിന്ന് മാറി അവരുടെ ഓഫീസിൽ ജോലിയായി. അങ്ങനെ ചേഞ്ച് ചെയ്ത് ജോലി അവരുടെ കൂടെ തന്നെയാണ്, ഒരേ സ്പോൺസറുടെ കൂടെയാണ് ജോലി ചേഞ്ച് ചെയ്യുന്ന വ്യത്യാസപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 48 വർഷം ഈ ഒരേ സ്പോൺസറുടെ കൂടിയിലാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് 5 പാസ്പോർട്ട് ഉണ്ട്. ഈ 5 പാസ്പോർട്ടിലും അവരെ ഒരേ കമ്പനീൻ്റെ വിസ ഉണ്ടായിരിക്കുന്നവരെ ഉണ്ടായിട്ടുള്ളത്. കഷ്ടപ്പാടെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. ജോലി സുഖമുള്ള ജോലിയാണ്, എല്ലാം നല്ല ജോലി തന്നെയാണ്. എല്ലാം കമ്പനി എല്ലാ ചിലവും ഫ്ലാറ്റും താമസവും എല്ലാം കമ്പനിയുടെ വക തന്നെയാണ് എനിക്ക് തന്നിരുന്നത്. അതിൻ്റെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷെയ്ഖിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അയാളുടെ ഇതിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുന്ന് 67 ഞാൻ ഇവിടുന്ന് 70 ഫാമിലിനെ കൊടുന്നു. അവിടെ ഫാമിലി ഒരുമിച്ചാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ. ഹജ്ജിന് സൗദിയിൽ പോയി പിന്നീട് അവിടെ പ്രവാസിയായി മാറിയ കൂട്ടത്തിൽ ഒരാളാണ് TP കുഞ്ഞ്. ധാരാളം ദുരനുഭവങ്ങൾ തുടക്കത്തിൽ സഹിക്കേണ്ടി വന്നു. ഗൾഫിലെ മലയാളികളെ തന്നാലാവും വിധം സഹായിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം
കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ഫസ്റ്റിൽ 75 ഹജ്ജിന് പോയി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് പോന്നു. പിന്നെ 76 തിരിച്ചും പോയി. പിന്നെ അവിടെ ജോലിക്ക് നിന്ന് ജോലിയെല്ലാം പല ബുദ്ധിമുട്ടുകളൊക്കെ ആയി കുറേ കാലം പ്ലാറ്റ്ഫോമിൽ കിടന്ന് അവിടെ ടൗണിൽ ഒരു പള്ളിൻ്റെ അടുത്ത് ഈ കട്ടപ്പായി വിരിച്ചിട്ട് കിടക്കലായിരുന്നു അന്ന്. അങ്ങനെ കുറേ കാലം അവിടെ അങ്ങനെ കിടന്ന് പിന്നെ ഈ ജോലി കിട്ടി കുളിക്കാനൊക്കെ ഞങ്ങൾ അവിടെ ഒരു ഇതിൻ്റെ അടുത്ത് പോയി കുളിക്കലാണ്. ഒരു പൈപ്പിൽ കക്കൂസിൽ പോയിട്ട് കുളിക്കും രാവിലെ 5 മണിക്ക്. അങ്ങനെ ഒരു 77 വരെ ആ ജോലി ചെയ്തു. 76 പോയി 77 വരെ ആ ജോലി ചെയ്തു. അതിൻ്റെ ശേഷം ഞാൻ വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലി തന്നെ. ഈ കൺസ്ട്രക്ഷൻ വർക്ക് തന്നെ അത് ഈ ഗ്രീക്കാരുടെ കൂടെ. അങ്ങനെ അവരെ കൂടെ ഒരു പ്യൂണായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ ചില സമയത്ത് ഇരുമ്പിന് ഡ്രില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതേനു. വലിയ ബിൽഡിങ്ങിന് നേരെ പോയിട്ട് കോണിമ കൂടെ കയറി ഡ്രില്ല് ചെയ്യണം ഇരുമ്പിന്, വലിയ ഇരുമ്പിന് ഇങ്ങോട്ട് നെട്ടിടണം അതിന്. അങ്ങനെ ഒരു 3 വർഷം അവരെ കൂടെ നിന്ന്. അങ്ങനെ നിന്ന് വളരെ ബുദ്ധിമുട്ടായപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ലീവ് എടുക്കും. രാവിലെ 5 മണിക്ക് പോയിട്ട് പിന്നെ നമ്മൾ വരുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. പിന്നെ കുളിച്ച് പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേന് വളരെയധികം ബുദ്ധിമുട്ട് വരും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആ ജോലിയും ഒഴിവായി. ആ ജോലി ഒഴിവായിട്ട് വേറൊരു ജോലിക്ക് കയറി. ആ ജോലിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എന്നാലും ഇല്ലായില്ല, ശമ്പളം കുറവായിരുന്നു എന്ന് മാത്രം. അങ്ങനെ പിന്നെ കുറേ ആൾക്കാരുടെ സഹായത്തോടു കൂടി എല്ലാവർക്കും എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തും അങ്ങനെയായിരുന്നു എൻ്റെ സ്വഭാവം. അങ്ങനെ അവിടുന്ന് പോന്ന് പിന്നെ 78, 79, 80 അവിടെ തന്നെ പിന്നെയും പല്ലിയിൽ ചേർന്നു. ഈ മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന് അവിടെ പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന്. പിന്നെ കുറേ കാലം കുറേ ആൾക്കാർ കൂടെ ഒരു താമസമായിരുന്നു. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ സവറ വാങ്ങിയിട്ട് ഞങ്ങൾ പാത്രത്തിൽ ചോറ് കുറേശ്ശെ, വലിയ പാത്രമില്ലായിരുന്നു, ചെറിയ പാത്രത്തിൽ ചോറുണ്ടാക്കിയിട്ട് ഈ സവറയ്ക്ക് കൊട്ടും. തിരിച്ച് പിന്നെയും ചോറ് വെക്കും. അതിലിടും. ഇങ്ങോട്ട് 8, 10, 20 ആൾ കൂടിയിട്ട് ഭക്ഷണം കഴിക്കലായിരുന്നു. അങ്ങനെ മീൻകറി അതും ഇതെല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. വേറെ ഒരു കമ്പനി ജോലി ചെയ്ത് പിന്നെ സ്പ്രേ കമ്പനിയിൽ സ്പ്രേ ഉണ്ടാക്കുന്ന അവിടെ നമുക്ക് ഈ സ്പ്രേ ഉണ്ടാക്കുന്നതിൽ കെട്ട് ഇത് ചെയ്യുമ്പം പൊട്ടിപ്പോകുന്നു. ഇതുമായിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലായപ്പോൾ ആ കമ്പനിയിൽ നിന്നും വിട്ടു ഇതിൻ്റെ ഗ്യാസ്. പിന്നെ പെപ്സി കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു കുറേ കാലം. അത് കുറച്ച് മല്ലുള്ള പണിയായിരുന്നു. പഞ്ചസാര ചാക്ക് എടുത്ത് കൊട്ടുന്നതും അതും ഇതുമെല്ലാമായിട്ട് കൊട്ടുന്നതെല്ലാം ജോലിയായിരുന്നു. അത് പിന്നെ ഒഴിവാക്കിയിട്ടാണ് പിന്നെ വേറെ നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 78, 88 ഞാൻ 87 നാട്ടിൽ വന്നു. ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ സൗദിയിലെത്തിയ ഹസന് ഡ്രൈവറുടെ കുപ്പായമാണ് ആദ്യം കിട്ടിയത്. അധികം വൈകാതെ സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ സാധിച്ചു. പ്രവാസികളെ സഹായിക്കാനും വിവിധ സംഘടനകൾ തന്നെ ഉണ്ട് അവിടെ. ഗൾഫിലെ എല്ലായിടത്തും ഉണ്ട്. അവരെല്ലാം എല്ലാ സംഘടനയിലും എല്ലാത്തിലും ഉണ്ടെങ്കിലും ഓരോരുത്തരും വേണ്ടിയിട്ട് അതായത് പാവപ്പെട്ടവരുടെ സംഗതികൾ കാണാനും കേൾക്കാനൊന്നും അവിടെ ആർക്കും സമയമില്ല. അത് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരോ ഇവർ വന്ന് പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് ടൈ കെട്ടിയിട്ട് ഫോട്ടോന്ന് ഫോഴ്സ് ചെയ്യാനും ഇതിനുമായിട്ട് കുറേ പേര് അവിടെ ഉണ്ട്. അത് വെറുതെ നടക്കാന്നല്ലാതെ പാവപ്പെട്ട കുറേ ജനങ്ങൾ വേറെ ദുരിതം അനുഭവിക്കുന്നവരവിടെ ഉണ്ട്. ഗൾഫിൽ എംബസിൻ്റെ ചുറ്റുവട്ടത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ പലർക്കും പല കാഴ്ചയും കാണാം. അവിടെ ഓരോ പേപ്പേഴ്സ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും പേപ്പേഴ്സിന് അപേക്ഷ കൊടുത്തവരും എംബസിയിൽ ഈയിടെ ആയിട്ടുള്ള നല്ല തിരക്ക് പിടിച്ച സമയത്ത് തന്നെ എംബസിയിൽ ഒരു കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാൽ കേൾക്കാനും പാടെ അവിടെ ആളുകളില്ല. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കയറിയ ചേക്കേറിയ രാഷ്ട്രീയക്കാരും ഓരോ വിവിധ സംഘടനകൾ ഓരോ ടേബിളിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതവിടെ എത്തിപ്പെടുന്ന ജനങ്ങൾക്കാണ്. എംബസിയിൽ പോകാനും കുറച്ച് സംസാരിക്കാനും ഒക്കെ അറിയുന്ന ജനങ്ങൾക്കാണ്. അതല്ലാതെ തന്നെ ഗ്രാമങ്ങളിൽ കുറച്ച് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്.
ഇവിടെ എല്ലാ പത്രമാധ്യമങ്ങളിലും വന്ന കുറേ കാര്യങ്ങൾ തന്നെ. ആട് മേയ്ക്കുന്നവരും ഹാരിസിൻ്റെ പണിക്ക് പോയവരും കൂടുതലായിട്ട് ഇക്കുറി അവിടെ വന്നത് തന്നെ ഡ്രൈവർ വിസയിൽ പല കണ്ടമാനം ജനങ്ങൾ കയറി വന്നിട്ടുണ്ട്. ആ വന്നവരിൽ തന്നെ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. ഡ്രൈവർ വിസ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ലേബർ ജോലി ചെയ്യാൻ പറ്റില്ല. അതേ ഇതിനല്ല ഡ്രൈവർ ജോലിക്ക് തന്നെ വന്നവരാണ്. ജിദ്ദയിലെ പാലത്തിൻ്റെ അടിയിൽ കണ്ടമാനം മലയാളീസ് ഉണ്ട് തിങ്ങിക്കഴിയണ്. ടിക്കറ്റില്ല, പാസ്പോർട്ടില്ല, അവർക്ക് ഭക്ഷണമില്ല. പിന്നെ അവരെ ഈയിടെ നമ്മൾ തന്നെ നേരിൽ കണ്ട സംഭവങ്ങളുണ്ട്. അവിടെ സെർഫിയ പാലത്തിൻ്റെ അടിയിൽ കിടന്നിട്ടൊരാൾ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന് കൊണ്ടുപോയി ആംബുലൻസിനെ വിളിക്കാൻ വരെ ആൾക്കാർ ജനങ്ങൾ നമ്മളെ മലയാളീസ് മൊബൈൽ തരൂല. നമ്മളെ നമ്പറിൽ നിന്ന് വിളിക്കാനോ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആയ ആളെ നമ്മളാണ് കൊണ്ടേ ആക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ അതിനൊന്നും കഴിയില്ല. അതിൽ ICUയിലോ ഓഫീസർ മറ്റേ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടെ ആരാണോ ഇത് വിളിച്ച് പറഞ്ഞത് അവരെ വേണം അങ്ങോട്ട് കൊണ്ടുവരാൻ, ഹോസ്പിറ്റലിൽ പോകാൻ. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും അവിടുത്തെ ID വാങ്ങി വെക്കലും ഒക്കെ പാടായിട്ട് അത് പറയാനും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ നമുക്കറിയാം ലേബർ പ്രശ്നങ്ങൾ അവിടെ ഉള്ള ഷോപ്പിലുള്ള, അതായത് അവരെ പ്രൊഫഷനല്ല, ഇവർ ഓരോരുത്തർ വരുന്ന പ്രൊഫഷനല്ല. ഇപ്പോൾ എൻജിനീയേഴ്സ് ആണെങ്കിൽ അവരെ പ്രൊഫഷൻസിലല്ല ഇപ്പോൾ വിസക്ക് അവിടെ കയറുന്നത്. വല്ല ലേബറിലും കയറിയിട്ട് ഡ്രൈവർ വിസക്കൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അതെല്ലാം തടഞ്ഞിട്ട് എന്ത് വിസക്കാണോ വരുന്നത് ആ വിസയിൽ ജോലി ചെയ്തോളം എന്ന് നിർബന്ധമായി കർശനമാക്കിയിട്ടുണ്ട് അവിടെ. അതായത് ഒരു കഫ്തേരിയ ഒരു ഇതിലെല്ലാം ജോലി ചെയ്യുന്നവർ, ബഗാലിയിൽ നിൽക്കുന്നവരും അവർക്ക് വേണ്ട ക്ലാസ് കാര്യങ്ങൾ. ഇപ്പം നമ്മളിവിടെ തന്നെ ഒരു തട്ടുകടയിൽ പോയ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ ആൾക്കാരായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഹോട്ടലിൽ എങ്ങനെ ഇപ്പോൾ അതിൻ്റെ ലൈസൻസ് ഉണ്ട്, കർത്തിസഹ എന്ന് പറയാം. അവിടെ ബൂഫയിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ കർത്തിസഹ വേണം. ആ കർത്തിസഹ കിട്ടാൻ പണ്ടത്തെ കാലത്ത് 2 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാം 3 ദിവസം ക്ലാസ്സിന് പോകണം. 3 ദിവസം ക്ലാസ്സിന് പോയി അതിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത് കൊടുക്കുള്ളൂ കാർഡ്. പിന്നെ അതിലും നമ്മുടെ മലയാളീസ് അങ്ങനെ പോകാതെയും പോയിക്കാണ്ടൊക്കെ എടുക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് പല കുറുക്ക് വഴിയിലൂടെയും നമ്മുടെ ആൾക്കാർ സഞ്ചരിക്കുമ്പോഴാണ് എവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ലീഗൽ പ്രൊസീജിയർ വെച്ച് ലീഗലായിട്ട് എവിടെ പോയിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യയിൽ ഒരു പ്രശ്നം